ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അയില മീൻ കറിയാണ്, തേങ്ങ അരച്ച് വെച്ചത്. അപ്പോൾ ആദ്യം ചട്ടിയിലേക്ക് 2 കുടപ്പുളിയുടെ കഷ്ണമിട്ട് ജസ്റ്റ് ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ ഈ കുടപ്പുളിയിലെ വെള്ളം അതിലേക്ക് നീരൊക്കെ വന്ന് ഒരു പുളിരസം വരും വെള്ളത്തിലേക്ക്. പിന്നെ ഇത് മീനാണ്, ഇത് മീൻ വൃത്തിയാക്കിയിട്ട് വെച്ചു. അതിനുശേഷം നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് ശരിയാക്കുകയാണ്. ഒരു തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു തേങ്ങ ചിരകിയത്, അതിലേക്ക് 6 ചുവന്നുള്ളി ആഡ് ചെയ്തു. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് 2 സ്പൂണ് മുളക് പൊടിയാണ്. അതിനുശേഷം ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തു. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമാണ് ചേർക്കുന്നത്, അരയ്ക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം. അപ്പം നമ്മൾ അതും കൂടി ആഡ് ചെയ്തതിന് ശേഷം അരയ്ക്കാൻ വെച്ചു, മിക്സിയിലിട്ടു. അതിനുശേഷം നമുക്കൊരു പേസ്റ്റ് രൂപത്തിൽ നമ്മുടെ അരപ്പ് റെഡിയായി. ഇത് നമ്മൾ ആ ചട്ടിയിലേക്ക്, ആ കുടപ്പുളി ഇട്ട് വെച്ച ചട്ടിയിലേക്ക് നമ്മുടെ ഈ പേസ്റ്റ് രൂപത്തിലുള്ള ഈ തേങ്ങ മിക്സ് അരപ്പ് ചേർക്കുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സ് ചെയ്ത് ഇളക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യുന്നത് തക്കാളിയാണ്. ഞാനിവിടെ 2 തക്കാളിയാണ് എടുത്തത്. നീളന അരിഞ്ഞിട്ട് ഇടണതാണ് നല്ലത്. ഞാൻ നീളന ഒരു തക്കാളി അരിഞ്ഞു, ഒരെണ്ണം മടിയായതുകൊണ്ട് ചെറുതായിട്ടും അരിഞ്ഞു. എന്നിട്ട് തക്കാളി ആഡ് ചെയ്തു. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി ചതച്ചത്, 2 തുണ്ടം ഇഞ്ചി ചതച്ചത് ആഡ് ചെയ്തു. പിന്നെ 8 വെളുത്തുള്ളി, ഒരു 3 മുളക്, പിന്നെ വേപ്പിൻ്റെ ഇല, ഇതൊക്കെ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി ഇതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്തു. തീ ഒന്ന് കൂട്ടി വെച്ചു. അതിനുശേഷം നമ്മുടെ ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമ്മുടെ അയില മീൻ ഇതിലേക്ക് ഇട്ടു. എന്നിട്ട് ഇതൊന്ന് മീൻ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണം. ഒരു 10 മിനിറ്റൊക്കെ വേവിച്ചാൽ മതി. മീൻ വേവുന്നതനുസരിച്ച് നിങ്ങളത് നോക്കുക. അതിനുശേഷം അത് വെന്തതിന് ശേഷം ഞാനൊരു ചീനച്ചട്ടി എടുത്തു. അതിലേക്ക് കടുക്, ഉലുവ, ചുവന്നുള്ളി അല്ലെങ്കിൽ സബോള കഷ്ണമായിട്ട് അരിഞ്ഞത് അതും കൂടി ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്ത് അതിലേക്ക് വേപ്പിൻ്റെ ഇല ആഡ് ചെയ്തു. വേപ്പിൻ്റെ ഇലയും കൂടി ആയത് ഇത് മൊത്തത്തിൽ ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മുടെ മീൻ ചട്ടിയിലേക്ക്, മീൻ കറിയിലേക്ക്, അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ചീനച്ചട്ടിയിൽ ചെയ്തത് നമ്മളതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ മീൻ കറി സെറ്റായി. അപ്പോൾ ഇത് കുറച്ച് നേരം ഇനി അടച്ച് വെക്കുകയാണ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ വേപ്പിൻ്റെ ഇലയുടെയും ചുവന്നുള്ളിയുടെയും കടുകിൻ്റെയൊക്കെ സ്മെല്ല് നമ്മുടെ മീൻ കറിയിലെത്തും. അപ്പോൾ ഇങ്ങനെയാണ്, നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം. ബൈ.